വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഇതെല്ലാം വഴി സ്കൂൾ വിദ്യാഭ്യാസത്തിലടക്കം പിന്നോക്കം പോകാൻ ഈ നയം വഴിവെക്കുമെന്ന അഭിപ്രായം നാം പങ്കുവയ്ക്കുകയുണ്ടായി. അന്നുയർത്തിയ വിമർശനങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരു വിധത്തിലും സഹായകരമല്ലാത്ത ഈ നയം നടപ്പിലാക്കുന്നതിൽ നമ്മുടെ വിയോജിപ്പ് തുടരുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ യുഡൈസ് ഡാറ്റ പ്രകാരം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും 35% കുട്ടികൾ പൊതുധാരയിൽ നിന്ന് പുറത്താവുകയാണ്. ഇത് ഏതാണ്ട് 12.5 കോടിയോളം കുട്ടികൾ വരും. 12ാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ എണ്ണം 56% അടുത്താണ്, ഏതാണ്ട് 17 കോടിയോളം വരും. എന്നാൽ അതേ രേഖ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് 1ാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും 12ാം ക്ലാസ് വരെ എത്തുന്നു എന്നുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പഠന തുടർച്ചയ്ക്കായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന ദേശീയ നയം വ്യക്തമാക്കുമ്പോൾ അത് ചെയ്യില്ല എന്നും കുട്ടികളെ അരിച്ച് പുറത്തു കളയുക അല്ല നയമെന്നും കേരളം നിലപാടെടുക്കുകയാണ്. ഇതിൽ നിന്ന് പുറകോട്ട് പോകുവാൻ കേരളത്തിന് കഴിയില്ല. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മ ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമാണ് നാം ലക്ഷ്യമിടുന്നത്. ഏറ്റവും അപകടകരമായ നിലയിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുന്നതാണ് കേന്ദ്ര നയത്തിലൂടെ ചെയ്യുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് PM ശ്രീ സ്കൂൾ പദ്ധതി. ഒരു ബ്ലോക്കിന് 2 സ്കൂൾ എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ വിഭാവന ചെയ്യുന്നത്. 2022 അത് ആരംഭിച്ചു. 2026-27 വരെയാണ് കേന്ദ്ര സഹായം എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൻ്റെ മാതൃകാ വിദ്യാലയങ്ങളായിട്ടാണ് PM ശ്രീ സ്കൂളുകളെ കാണുന്നത്. ഇന്ത്യയിൽ 14,500 PM ശ്രീ സ്കൂളുകളാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇതിനായി 5 വർഷത്തേക്കായി ആകെ 27,360 കോടി രൂപ ചെലവഴിക്കും. ഈ ചെലവിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളുമാണ് വഹിക്കേണ്ടത്. 2027 ശേഷം കേന്ദ്ര സഹായം ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. PM ശ്രീ എന്നത് ഒരു പ്രത്യേക പദ്ധതിയാണ് കേന്ദ്ര വിഭാവന ചെയ്യുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ സമഗ്ര ശിക്ഷ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ വിവരണമാക്കുകയാണ് കേന്ദ്ര സർക്കാർ. PM ശ്രീ സ്കൂൾ അംഗീകരിച്ച് അതിൻ്റെ MOUവിൽ ഒപ്പിട്ടില്ലെങ്കിൽ SSKക്ക് പണം നൽകില്ല എന്ന് തികച്ചും പ്രതിഷേധാർഹമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ 3ാം ഗഡു മുതലുള്ള ഗഡുക്കളും ഈ വർഷത്തെ ധനസഹായവും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 2023, 24, 25 വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസത്തിന് 953 കോടി 12 ലക്ഷം രൂപ കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച ഫെഡറൽ സംവിധാനത്തെ ആകെ അപ്രസക്തമാക്കുന്ന നിലപാടാണ്. കേരളം ഇന്നും ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന തരത്തിൽ പൗരസമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഉള്ള ഉപാധിയായാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത്. ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതിസമത്വം തുടങ്ങിയ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വർഗീയത ചാലിച്ച ഒരു പദ്ധതിയുമായി യോജിച്ചു പോകുവാൻ മതനിരപേക്ഷയുടെ അടിത്തറയിൽ വികസിച്ച കേരളത്തിന് ആകില്ല. വർഗീയത എങ്ങനെയെല്ലാം പാഠ്യപദ്ധതിയിലൂടെ ഭാഗമാക്കാമെന്നതിന് കഴിഞ്ഞ വർഷങ്ങളിൽ ദേശീയ തലത്തിൽ നാം കണ്ടിട്ടുള്ളതാണ്. സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റി. സയൻസിൽ പരിണാമ സിദ്ധാന്തം അടക്കം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പ്രത്യേകം പുസ്തകങ്ങളിലാക്കി കുട്ടികൾക്ക് പഠനത്തിൽ നൽകിയ കേരള സർക്കാരിൻ്റെ നിലപാടിന് ഒപ്പമാണ് കേരള ജനത നിന്നത്. ഇതിനെല്ലാം പുറമെ ദേശീയ നയം വഴി അടിച്ചേൽപ്പിക്കുന്ന പലതും വിദ്യാഭ്യാസ വിരുദ്ധമാണ്. വിജ്ഞാന സമൂഹത്തെക്കുറിച്ച് ഉറക്കെ ആലോചിക്കുന്ന കേരളീയ സമൂഹത്തിന് അത് പ്രാചീന സംസ്കൃതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി അറിവിന് പ്രാധാന്യമുള്ള ലോകക്രമത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവും കഴിവും ശേഷിയും വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്നതുകൊണ്ട് പ്രസ്തുത നയത്തെ നമുക്ക് മുഖ്യമായി എതിർക്കേണ്ടി വരും. ഈ കാരണങ്ങളാൽ ഇനിയും ധാരാളം കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങളാൽ തൽക്കാലം ഒപ്പിടണ്ട എന്ന് ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഞാനങ്ങ് വിട്രോ ഇനി സൗകര്യമുള്ളവർക്ക് എന്തുകൊണ്ടും ആവാം. എന്താ ഞാനത് പലരുടെ അതുകൊണ്ടാണ് പലരുടെ ഉയർന്നു വന്നിട്ടുണ്ട്.
ആർക്കും വിഷമം ഉണ്ടാവണ്ട, ആരെയും സംശയിക്കണ്ട, ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. നല്ലൊരു കലോത്സവം തുടങ്ങുന്ന അവസരത്തിൽ ആരെങ്കിലും വിഷമിപ്പിക്കുന്ന ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പിൻവലിച്ചാലും അങ്ങ് വിട്ടേക്ക്. ഈ നഗരത്തിൽ വീട് വെക്കുന്ന PM ശ്രീ പദ്ധതിയുണ്ടല്ലേ, അതില് PMAY. അപ്പൊ നമുക്കൊരു ഒരാളുടെ വീട്ടില്, എന്റെ വീട് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു വീട്ടില് ഒരു വീട് കിട്ടിയാൽ അവിടെ നമ്മുടെ അച്ഛൻ്റെ അമ്മേനെയും പടം വയ്ക്കുമോ, പിന്നെ പ്രൈം മിനിസ്റ്റർ പടം വയ്ക്കുമോ? അത് പറ്റില്ലെന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ആത്മാഭിമാനത്തെ ചോദിച്ചു, അത് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു. കേന്ദ്രവിധം ചെറിയ പൈസ തരുന്നുള്ളൂ. ലോക്കൽ ബോഡീസും സംസ്ഥാന ഗവൺമെന്റുമാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കുന്നത്. അല്ല, അത് പിന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല, ബംഗാൾ ഒപ്പിട്ടിട്ടില്ല, കേരളം ഒപ്പിട്ടിട്ടില്ല, ഡൽഹി ഒപ്പിട്ടിട്ടില്ല. കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. കാരണം വെച്ചാൽ ഇത് സെൻട്രൽ ഫണ്ടാണെങ്കിലും ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിനും അവകാശപ്പെട്ടതാണല്ലോ. അതിൽ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഒപ്പിടണ്ടെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു. ക്യാബിനറ്റ് തീരുമാനിച്ചു, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വീടിന് നഗരത്തിൽ 1.5, ഗ്രാമത്തിൽ 72 അല്ലേ? എന്താ ചോദിച്ചേ? 1.5. എന്താ? ഇല്ല, നമ്മുടെ കേരളത്തിൽ കൊടുക്കേണ്ട വീടൊന്നും വൈകിയൊന്നുമില്ല. കുടിശ്ശികയുണ്ട്. നമ്മൾ പിന്നെ ലൈഫ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചത് വരാൻ പോകുന്ന ഒരു 5-6 മാസക്കാലം കൊണ്ട് മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കും. SSKയുടെ പ്രവർത്തനത്തെ പറ്റി ഇവിടെ ചോദിച്ചതുപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. അത് എങ്ങനെ നമുക്ക് അത് കൂട്ടായിട്ട്, പക്ഷെ ഇത് രേഖാമൂലമായിട്ട് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് കാശ് തരില്ല എന്ന് രേഖാമൂലമായിട്ട് ഒരു കാര്യം തരുന്നില്ല. നമ്മുടെ SSK ഡയറക്ടറും പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും ഒക്കെ മീറ്റിംഗ് ചെയ്യുന്നപ്പോൾ അവരോട് ശക്തമായിട്ട് പറയിക്കണേ, രേഖാമൂലമായിട്ടൊന്നും തരാൻ വേണ്ടി തയ്യാറില്ല. നമുക്ക് അതിലൊരു പിന്നെ നമുക്കങ്ങനെ കീഴടങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ ഭൂരിപക്ഷം മോദിക്ക് കുറഞ്ഞല്ലോ, നരേന്ദ്രമോദി കുറഞ്ഞല്ലോ ഇപ്രാവശ്യം. ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കേന്ദ്ര ഗവൺമെന്റും ഒരു സംസ്ഥാനങ്ങളോടും ഇങ്ങനെ ഒരു അനീതി കാണിച്ചിട്ടില്ല. അതടക്കം പ്രശ്നമാണ്. നമുക്ക് മാത്രമല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരാത്തത്, വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കേണ്ട കാശും കൊടുക്കുന്നില്ലല്ലോ. നമ്മുടെ വയനാട് തന്നെ കൊടുക്കുന്നില്ലല്ലോ. പ്രത്യേകം ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല. ഇതാ ഡിജി പറയും. എയ്ഡഡ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെ സംസ്ഥാനത്തെ നമ്മൾ വിവിധ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു സർക്കുലർ സംബന്ധിച്ച് അതിലെ ചില കണ്ടീഷൻസ് സംബന്ധിച്ച് അവർക്കൊരു അവ്യക്തതയുണ്ട്, ആശങ്കയുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം അവരുടെ ആശങ്ക രേഖാമൂലം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്
സർക്കാരുമായി കൂടിയാലോചിച്ച് 2 ദിവസം തന്നെ അതിനകത്ത് യുക്തമായിട്ടുള്ള തീരുമാനമെടുത്തവരെ അറിയിക്കാൻ വേണ്ടി തീരുമാനമെടുത്താണ് പിരിഞ്ഞത്. ഉചിതമായ ഒരു തീരുമാനം എടുക്കും. അവരുടെ ആശങ്കയും സംശയവും മാറും. അതിലൊരു വാക്കിന്റെ കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഈ പിന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മളെ മാധ്യമ പ്രവർത്തകർക്ക് എവിടെയാണ് ആസ്ഥാനം എന്നൊക്കെ നോക്കണം. കുറച്ചും കൂടെ നല്ല വൃത്തിമനയുള്ള സ്ഥലമാണ് സെൻട്രൽ സ്റ്റേഡിയം അല്ലേ? നമുക്കത് ട്രാഫിക് ക്രമീകരിക്കാം. നമുക്ക് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് 4000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ വേണ്ടി ഭക്ഷണം പാചകം ചെയ്യണം. പോലീസ് ഗ്രൗണ്ട് നമുക്കത് കഴിഞ്ഞ പോലീസ് ഗ്രൗണ്ടിലല്ലേ ആയിരുന്നു ആണോ? പക്ഷേ ഈ കുട്ടികളെല്ലാം അവിടെ നിന്ന് വരേണ്ടായിട്ടുണ്ട്. വേറെ എന്തുണ്ട്? അല്ല, അത് കുറച്ചും കൂടെ നമ്മൾ അതിനകത്ത് തന്നെ കുറച്ച് പാർക്കിങ്ങിനും പിന്നെ പ്രസ് ക്ലബിന്റെ റോഡും മറ്റേ റോഡും എല്ലാം എടുത്തിട്ട് പിന്നെ ഇപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ നമുക്ക് ചെയ്യാം. ആലോചിച്ച് നമുക്ക് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ കേരളീയം നടത്തി അവിടെയല്ലേ ഈ പറഞ്ഞ എല്ലാ സ്ഥലവും നോക്കാം. നമുക്കത് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ചെയ്യാം. നമുക്ക് കുഴപ്പമില്ല. എനിക്കറിയാം, ഞാനന്ന് പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. നമുക്കിത് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് ചെയ്യാം. അതുപോലെ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണല്ലോ ഉള്ളത്. സ്ഥലം നല്ല സ്ഥലമാണ്. അപ്പൊ നമ്മുടെ സ്വാഗതകാലത്തിന്റെ പ്രശ്നം തീർന്നില്ലേ അല്ലേ ഇതോടുകൂടി? എന്താണ് ഉള്ളി? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ആരോ ചോദിച്ചല്ലോ, പലരും വിജയോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ട് വലിയ അഭിനേതാക്കളൊക്കെ ആയവരുണ്ടത്. നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഓരോരുത്തരെ പിന്നെ സംശയിക്കുകയാണ്. എന്തിനും നമ്മൾ അതിലത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഇന്ന് പോലെ അത് അവർ വരേണ്ട കാര്യമില്ല. പിൻവലിച്ചു കഴിഞ്ഞല്ലോ, പ്രശ്നമല്ലല്ലോ. ഓഹോ, അതില് തൊഴിലിന്റെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് നമ്മളെ കൊണ്ട് ആ ഒരു എമൗണ്ട് ഒന്നും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോ ആരോ അത് പറയേണ്ട ഉദ്ദേശിച്ചാണ്. അത് അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ എന്നങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. പിന്നെ അതൊരു ഉചിതമായിട്ടൊരാളിലാണ് ഇതിനെ ഏൽപ്പിക്കുക. കുഴപ്പമില്ല. ഉചിതമായിട്ടുള്ള ഒരാളിനെ ഏൽപ്പിക്കാം, കുഴപ്പമില്ല. 7 മിനിറ്റുള്ള ഒരു നൃത്തം തന്നെയല്ലോ, നമുക്കത് ആരെയാണ് ഏൽപ്പിക്കാം. 7 മിനിറ്റിലൊന്നും പിന്നെ മണിയണ്ട 5 ലക്ഷം രൂപയൊന്നും മുടക്കാൻ നമ്മളെ ഇല്ലേ. നിങ്ങൾ തന്നെ അവസാനം ഇത് പറയും. ശരി, CM-ന്റെ പത്രസമ്മേളനം ഇല്ലേ? അവനാ. അപ്പൊ ഈ ചർച്ചയൊക്കെ എന്ന് ചാനലിൽ അങ്ങ് അവസാനിപ്പിച്ചു. അതെ, ഇനിയിപ്പോ പിൻവലിച്ചതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കും അടുത്ത് തുടങ്ങാൻ പോകുന്നത്. ഞാൻ വേറൊന്നുമല്ല ആലോചിച്ചത്. ഞാൻ ആരോട്ടും ആലോചിച്ചത് യുവജനോത്സവം നമ്മൾ തുടങ്ങാൻ പോകുന്നു, ലോക പ്രകാശിച്ചു. പിന്നെ അതിനെ തുറന്നുള്ള ചർച്ചയും ഉപചർച്ചയും വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളെത്തി പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നന്നായി അത് നടത്തി തീർക്കാം.